ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ. കണ്ണൂരിലെ മലയോര മേഖലയിൽ പുഴകൾ കരകവിഞ്ഞു. പാലങ്ങൾ മുങ്ങി, ഗതാഗതം തടസ്സപ്പെട്ടു. മാനന്തവാടി ചുരത്തിൽ മരം വീണു. കണ്ണൂരിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിനിരുവശവും അപകടകരമായ രീതിയിൽ ഇനിയും നിരവധി മരങ്ങൾ. ലഹരിക്കെതിരെ ഡ്രോൺ പരിശോധനയുമായി പോലീസ്. കണ്ണൂരിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ ഈ നീക്കം. 7 സ്റ്റേഷനുകളിലെ പരിശോധന പൂർത്തിയായി. വാർത്തകൾ വിശദമായി. കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് മലയോര മേഖലയിൽ പുഴകൾ കരകവിഞ്ഞു. പാലങ്ങൾ വെള്ളത്തിനടിയിലായി. ഇതോടെ നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്നാണ് കണ്ണൂർ ജില്ലയിലെ മണിക്കടവ്, വട്ടിയാംതോട് പുഴകൾ കരകവിഞ്ഞ് 3 പാലങ്ങൾ വെള്ളത്തിനടിയിലായത്. വട്ടിയാംതോട്, മാട്ടറ, വയത്തൂർ പാലങ്ങളിലാണ് വെള്ളം കയറിയത്. ഇത് കാരണം മണിക്കടവ്, മണിപ്പാറ, പീടികക്കുന്ന് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. വാഹന ഗതാഗതം നിർത്തിവെച്ചു. ഇന്നലെ രാത്രിയിലും ഇന്ന് പകലെ വളരെ ശക്തമായ മഴയായി മാറിയപ്പോൾ ഉളിക്കൽ പഞ്ചായത്ത് അടക്കമുള്ള മലയോര മേഖലയിൽ വലിയ ഭീതിയുടെ മുന്നിലാണുള്ളത്. കർണാടക വനത്തിൽ നിന്ന് ഉരുൾപൊട്ടി എന്ന് സംശയിക്കുകയാണ്. ഈ ഒരു മേഖല, മണിക്കടവ് മേഖല പൂർണ്ണമായി ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ടാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മണിക്കടവ് ടൗണിലാണ്. ഇവിടെ സെൻറ് മേരീസ് ഹോട്ടൽ അടക്കം ഇവിടെ 4 കച്ചവട സ്ഥാപനങ്ങളിൽ മഴവെള്ളം കയറി ആ കടകളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 3 പാലങ്ങൾ, മണിക്കടവ് മേഖലയുമായി ബന്ധപ്പെടുന്ന 3 പാലങ്ങൾ, മണിക്കടവ് ചപ്പാത്ത് പാലം, അതുപോലെ വട്ടിയാന്തോട് പാലം, അതുപോലെ തന്നെ കോളയാട് കടവ് പാലം, ഈ 3 പാലങ്ങൾ ഒറ്റയടിക്ക് വെള്ളത്തിൽ ഇവിടെ മുങ്ങിയിരിക്കുകയാണ്. ഈ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മഴ ഇപ്പോഴും തുടരുകയാണ്. ആളുകൾ നല്ല ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ചില വീടുകളിലേക്ക് വെള്ളം കടന്നതായിട്ടുള്ള വീടുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആനപ്പാറയിൽ ഒരു വീട് ഒറ്റപ്പെട്ട നിലയിലാണെന്നുള്ള വിവരം ലഭിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരും ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട്. ജനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പുറത്തിറങ്ങി അനാവശ്യമായി സഞ്ചരിക്കരുത്. അതുപോലെ തന്നെ കുന്നിൻ ചെരുവുകളിലും മറ്റും താമസിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാലാന്തി, അതുപോലെ തന്നെ കോളിക്കട്ട്, മണിക്കടവിൻ്റെ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആനറ, ഈ മേഖലകളിലൊക്കെ താമസിക്കുന്ന, കുന്നിൻ ചെരുവുകളിൽ താമസിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. മഴ ഇനിയും തുടരും എന്നാണ് കാലാവസ്ഥാ പ്രവചനമുള്ളത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി പെയ്യുന്ന പേമാരിയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തോടുകളും അതുപോലെ തന്നെ പുഴകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. വയത്തൂർ പാലത്തിൽ കൂടിയുള്ള ഗതാഗതം നിലച്ചിട്ട് 2 ദിവസമായി. മണിക്കടവ് ടൗണിൽ വെള്ളം കയറി ഒട്ടേറെ കടകൾ വെള്ളത്തിലാണ്. ഏക്കർ കണക്കിന് പ്രദേശത്ത് കൃഷി നശിച്ചു. 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലും പുഴയരികിലും താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജി അറിയിച്ചു. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുന്നതിന് ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ സേനയുടെ സേവനം എല്ലാ സമയത്തും ലഭ്യമാണ്. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് ഉളിക്കൽ പോലീസും റവന്യൂ അധികൃതരും ആവശ്യപ്പെട്ടു. കണ്ണൂർ മാനന്തവാടി റൂട്ടിൽ ചുരത്തിൽ മരം വീണ കണ്ണൂരിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ 8 മണിയോടെയാണ് അപകടം നടന്നത്. റോഡിന് കുറുകെ മരം വീണതോടെ 2 ദിശകളിലേക്കുമുള്ള വാഹന ഗതാഗതം നിലച്ചു. ചൊവ്വാഴ്ച രാവിലെ 8ഓടെയാണ് അപകടം. റോഡിന് കുറുകെ മരം വീണതോടെ 2 ദിശകളിലേക്കുമുള്ള KSRTC ബസ് അടക്കമുള്ള വാഹന ഗതാഗതം മുടങ്ങി. ഒരു ലോറിയുടെ തൊട്ടു മുന്നിലായാണ് മരം വീണത്. പ്രദേശവാസികളും ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ വാഹനങ്ങളിലെ യാത്രക്കാരും ഡ്രൈവർമാരും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് തടസ്സം നീക്കിയത്. ലോറിയിൽ കയറുകെട്ടി മരത്തിന്റെ കൊമ്പുകൾ വലിച്ചു പൊട്ടിച്ച് റോഡിലെ തടസ്സം നീക്കുകയായിരുന്നു. ശക്തമായ മഴ കാരണം ചുരം വഴി ഇന്ന് വാഹനങ്ങളും താരതമ്യേന കുറവായിരുന്നു. ചുരത്തിൽ 2 ഭാഗങ്ങളിലും ഏതു നിമിഷവും വീഴാവുന്ന തരത്തിൽ ഇനിയും മരങ്ങളുള്ളതായി ഡ്രൈവർമാർ പറയുന്നു. മലയോര മേഖലകളിലും കർണാടക വനമേഖലയിലും ശക്തമായ മഴയും ഉരുൾപൊട്ടലും ഉണ്ടായതിനെ തുടർന്ന് വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഇതിന്റെ ഭാഗമായി പുഴയോരങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പറശ്ശിനിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ബോട്ട് ജെട്ടിയിലും വെള്ളം കയറി. സ്വകാര്യ സർക്കാർ ബോട്ടുകൾ താൽക്കാലികമായി സർവീസ് നിർത്തിവെച്ചു.
വളപട്ടണം പുഴയുടെ ഭാഗമായ പറശ്ശിനി പുഴയിലും ജലനിരപ്പ് ഉയർന്നു. ബോട്ട് ജെട്ടിയിലും വെള്ളം കയറി ഒഴുക്ക് ശക്തമായതിനെ തുടർന്ന് പറശ്ശിനിക്കടവിലെ സർക്കാർ സ്വകാര്യ ബോട്ടുകൾ താൽക്കാലികമായി സർവീസ് നിർത്തിവെച്ചു. പുഴയിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ബോട്ടുകൾ സർവീസ് നിർത്തിയതെന്ന് ഉടമകൾ പറഞ്ഞു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ. കണ്ണൂരിലെ മലയോര മേഖലയിൽ പുഴകൾ കരകവിഞ്ഞു. പാലങ്ങൾ മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു. മാനന്തവാടി ചുരത്തിൽ മരം വീണു. കണ്ണൂരിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിനിരുവശവും അപകടകരമായ രീതിയിൽ ഇനിയും നിരവധി മരങ്ങൾ. ലഹരിക്കെതിരെ ഡ്രോൺ പരിശോധനയുമായി പോലീസ്. കണ്ണൂരിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ ഈ നീക്കം. 7 സ്റ്റേഷനുകളിലെ പരിശോധന പൂർത്തിയായി. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wainard Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്.
സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകളിലേക്ക്. കണ്ണൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. കണ്ണൂർ ചക്കരക്കൽ കമ്മ്യൂണിറ്റി ഹാളിന് സമീപം കണ്ണോത്ത് കുന്നുമ്രം അജിതയുടെ വീട് മഴയിൽ പൂർണ്ണമായും തകർന്നു. രാവിലെയായിരുന്നു സംഭവം. അജിതയും കുടുംബവും രാത്രി തൊട്ടടുത്തുള്ള സഹോദരന്റെ വീട്ടിലാണ് താമസിച്ചത്. അതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇന്ന് ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ട് വീടുകളോ കെട്ടിടങ്ങളോ തകർന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുന്നത് അത് വിലയിരുത്തിയതിന് ശേഷം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് പോകുന്നതിനനുസരിച്ച് റവന്യൂ അധികാരികളാണ് അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം അനുവദിച്ചു കൊടുക്കുക. എന്നിരുന്നാലും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഈ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അജിതയുടെ വീട് ഇന്നലെ രാത്രി 1:30 മണിയോടുകൂടിയാണ് ശക്തമായ മഴയിൽ തകരാനിടയായത്. ഭാഗ്യത്തിന് അജിതയും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളും തൊട്ടടുത്ത വീട്ടിലായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല, ജീവഹാനിയൊന്നും സംഭവിച്ചില്ല, മറ്റ് അനിഷ്ടമായിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ വീട് ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ റവന്യൂ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഇത് ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയും ഉണ്ടാവും. ലഹരി വിൽപ്പനയും ഉപയോഗവും തടയാൻ ലക്ഷ്യമിട്ട് പോലീസിന്റെ ഡ്രോൺ പരിശോധന തുടങ്ങി. 250 ഗ്രാം തൂക്കമുള്ള നാനോ മോഡൽ ഡ്രോൺ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഓരോ സ്റ്റേഷനിലും ലഹരിയുമായി ബന്ധപ്പെട്ട NDPS കേസിലാണ് ആദ്യ ശ്രദ്ധ. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിലെ 23 സ്റ്റേഷനുകളിൽ 7 എണ്ണത്തിൽ ഡ്രോൺ പരിശോധന നടത്തി. റൂറൽ പോലീസ് പരിധിയിലെ 19 സ്റ്റേഷനുകളിൽ 3 സ്റ്റേഷനുകളിൽ പരിശോധന പൂർത്തിയായി. ബസ് സ്റ്റാൻഡ് പരിസരങ്ങൾ, പാർക്കിംഗ് കേന്ദ്രങ്ങൾ എന്നിവ നിരീക്ഷിച്ചു. ആ സമയം അവിടെ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പിടിക്കപ്പെടും. ഇതിന്റെ ലൊക്കേഷൻ വീഡിയോയും ഫോട്ടോയും അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറും. നഷ്ടപ്പെട്ടുപോയ പണവും വിലപ്പെട്ട രേഖകളും അടങ്ങിയ പേഴ്സ് ഉദ്യോഗസ്ഥന് തിരികെ നൽകി കുട്ടികൾ മാതൃകയായി. ചെറുമാവിലായി സ്കൂളിലെ സ്വാതി ഹിനേഷ്, മുണ്ടല്ലൂർ വെസ്റ്റ് LP സ്കൂളിലെ ദിൽരാജ് K എന്നിവരാണ് കളഞ്ഞു കിട്ടിയ പേഴ്സ് രക്ഷിതാക്കളെ ഏൽപ്പിച്ചത്. തുടർന്ന് രക്ഷിതാക്കൾ ഉടമസ്ഥനെ കണ്ടെത്തി രേഖകൾ കൈമാറുകയായിരുന്നു. പ്രവാസിയായ ചെറുമാവിലായി സ്വദേശിയുടെ പേഴ്സാണ് കളഞ്ഞുപോയത്. കുട്ടികൾ കളിക്കുന്നതിനിടെയാണ് പേഴ്സ് കളഞ്ഞു കിട്ടിയത്. ഉടനെ കുട്ടികൾ രക്ഷിതാക്കളെ ഏൽപ്പിക്കുകയായിരുന്നു. അന്നേ ദിവസം വിദേശത്തേക്ക് പോവേണ്ട പല രേഖകളും അടങ്ങിയതായിരുന്നു പേഴ്സ്. കുട്ടികളെ മടക്കര വോയിസ് ഭാരവാഹികളായ സമീർ കേളോത്ത്, ജാഫർ സാദിഖ്, ഷമീം NK, നിയാസ് കട്ടേര്, റമീസ് പണ്ടാര വളപ്പിൽ എന്നിവർ ചേർന്ന് മൊമന്റോ നൽകി അനുമോദിച്ചു. ചടങ്ങിൽ മമ്മാക്കുന്ന് മാപ്പിള LP സ്കൂൾ പ്രധാന അധ്യാപകൻ ശശീന്ദ്രൻ മാഷ് സന്നിഹിതനായിരുന്നു. തൊണ്ടിമുതൽ കേസ് മന്ത്രി ആന്റണി രാജുവിനെതിരായ പുനരന്വേഷണത്തിന് സുപ്രീം കോടതി സ്റ്റേ. കേസ് 6 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. 1990 ഏപ്രിലിൽ വിദേശ പൗരനിൽ നിന്നും ഹാഷിഷ് പിടികൂടിയ കേസിലാണ് നാൾവഴികൾക്ക് ശേഷം വീണ്ടും വിചാരണ നടത്തപ്പെടുന്നത്. വിദേശ പൗരൻ ആൻഡ്രൂ സാൽവദോർ സർവാലി പ്രതിയായ ലഹരിമരുന്ന് കേസിലെ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആന്റണി രാജുവിനെതിരെയുള്ള കേസ്. അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയതായി ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചതോടെയാണ് ആൻഡ്രൂ സാൽവദോർ സാർവലിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിനും കോടതിയിലെ ക്ലർക്ക് ജോസിനുമെതിരെ കേസെടുത്തത്. 2014 ആന്റണി രാജുവിനെതിരായ കേസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലെത്തുന്നത്. എന്നാൽ വിചാരണ അനന്തമായി നീണ്ടു. 1990 ഏപ്രിൽ 4 അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരനായ ആൻഡ്രൂ സാൽവദോർ സാർവലിയെ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തത്. ആന്റണി രാജു തിരുവനന്തപുരം ബാറിൽ ജൂനിയർ അഭിഭാഷകനായിരുന്നു. ആന്റണി രാജുവിന്റെ സീനിയറാണ് വക്കാലത്തെടുത്തത്. സെഷൻസ് കോടതിയിൽ തോറ്റെങ്കിലും കേസിലെ പ്രധാന തൊണ്ടി മുതലായ ഉൾവസ്ത്രം ഉൾപ്പെടെ പ്രതിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വെറുതെ വിട്ടു. കേസിൽ കൃത്രിമം നടന്നെന്ന് കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതി നൽകിയതിനെ തുടർന്ന് കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. 2006 കോടതിയിൽ കുറ്റപത്രം നൽകി. 2014 കേസ് നെടുമങ്ങാട് കോടതിക്ക് കൈമാറി. കോടതിയിൽ നിന്നും തൊണ്ടി മുതൽ വാങ്ങിയതും മടക്കി നൽകിയതും ആന്റണി രാജുവാണ്. തനിക്കെതിരെ ശേഖരിക്കാവുന്ന തെളിവുകളെല്ലാം UDF സർക്കാർ ശേഖരിച്ചിട്ടും കേസെടുക്കാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് കോടതി എത്തിയതെന്നാണ് ആന്റണി രാജു നിയമസഭയിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF സർക്കാർ എടുത്ത കള്ളക്കേസാണിതെന്നും ആന്റണി രാജു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിലേക്കായി ജില്ലയിലെ എല്ലാ കരിങ്കൽ ക്വാറികളുടെയും ചെങ്കൽ ക്വാറികളുടെയും പ്രവർത്തനം ജൂലൈ 30 വരെ നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു.
ക്രഷർ അടക്കമുള്ള എല്ലാ മൈനിംഗ് അനുബന്ധ പ്രവർത്തനങ്ങളും 30 വരെ ദുരന്ത നിവാരണ നിയമം 2005 വകുപ്പ് 26, 30, 34 പ്രകാരം താൽക്കാലികമായി നിരോധിച്ചതായി ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കി. കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിൽ വീട്ടമ്മയുടെ മാല പൊട്ടിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ മൊബൈലുമായി കടന്ന പ്രതി പിടിയിൽ. മുണ്ടേരിയിലെ അജ്നാസാണ് മയിൽ പോലീസിന്റെ വലയിലായത്. കഴിഞ്ഞ ജൂലൈ 20-നായിരുന്നു സംഭവം. പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വീട്ടമ്മ കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിലുള്ള തന്റെ വീടിനടുത്തെത്തിയ സമയം പിറകിൽ ബൈക്കിൽ വന്ന പ്രതി വീട്ടമ്മയുടെ സ്കൂട്ടി തള്ളി വീഴ്ത്തി മൊബൈൽ ഫോൺ കവരുകയാണ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ 24-ന് വൈകുന്നേരമായിരുന്നു സംഭവം. മയിൽ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുമേഷ് TPയുടെ നേതൃത്വത്തിൽ SI പ്രശോഭ്, രാജീവ്, ASI മനു, CPOമാരായ ശ്രീജിത്ത്, വിനീത്, അരുൺ, പ്രതീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘം സംഭവസ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ച 16ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ വനിതാ വേദിയുടെയും ഗാർഹിക പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ ബാസ്ക്കറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. 150 വീടുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി തന്നെ നമുക്ക് സാധിക്കും. അതൊരു വലിയ പുണ്യകർമ്മമായിട്ട് മാറും. കാരണം നമുക്കൊരു സന്തോഷമായിരിക്കും. കാരണം നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ച സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എന്നാൽ മറ്റൊരാൾ ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും. അങ്ങനെയൊരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ വനിതാ വേദിയുടെ സ്ത്രീകളാണ്. ഞാൻ വരുമ്പോൾ തന്നെ ഇടതുവശത്ത് നല്ല അച്ചാറും ഉണ്ണിയപ്പവും ഉണ്ടയും ഒക്കെ അവിടെ വിൽപ്പനക്കായിട്ട് വച്ചിട്ടുണ്ട്. നമ്മുടെ വനിതാ വേദിയിലെ സഹോദരിമാരുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് സ്ത്രീകൾക്കൊരു വരുമാന മാർഗമാണ്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപൻ കിനാത്തി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK അനിൽകുമാർ, M പത്മനാഭൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് PV ജ്യോതി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ വിപത്തിനെക്കുറിച്ച് ലത കാണി ബോധവൽക്കരണം നടത്തി. വനിതാവേദി, സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് A സ്നേഹ, M അനിത തുടങ്ങിയവർ പങ്കെടുത്തു. 105 വീടുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റി മഹാത്മാ മന്ദിരത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ M വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ 90ഓളം അംഗങ്ങൾ പങ്കെടുത്തു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സന്നദ്ധ സേവന സംഘടന 117 വർഷങ്ങളായി 1905 ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് പരസ്പരമുള്ള കൂട്ടായ്മയും അതുവഴി ലോകത്തിന് നന്മ ചെയ്യുക എന്നുള്ളത്. ഒരു വിധത്തിൽ നമ്മൾ റോട്ടറി ഇന്റർനാഷണൽ സംഘടന 100 രാജ്യങ്ങളെ വ്യാപിച്ചെടുക്കുന്ന സംഘടനയാണ്. അത് ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും വലിയൊരു പദ്ധതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പോളിയോ നിർമ്മാർജ്ജനം എന്ന പ്രവർത്തനമാണ്. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടത്തിയ അവയവദാന സെമിനാറിൽ ലിഫോക് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യ അതിഥിയുമായ MK മനോജ് കുമാർ സംസാരിച്ചു. ചടങ്ങിൽ സുരേഷ് ഷെണായി, രഞ്ജിത് കുമാർ അവയവദാതാക്കളെ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സെക്രട്ടറി ഷിഹാബുദ്ദീൻ റിപ്പോർട്ട് അവതരണം നടത്തി. ലിഫോക് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് ഇരിട്ടി ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ലീന ജോസഫ് ഫിലോക് നന്ദി പ്രകാശനം നടത്തി. പരിപാടിയിൽ 90ഓളം അംഗങ്ങൾ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5500 രൂപ, പവന് 44,000 രൂപ, വെള്ളി 80 രൂപ. അറിയിപ്പ്. ജില്ലയിൽ പുതുതായി അനുവദിച്ചതും നിലവിൽ ഒഴിവുള്ളതുമായ 43 സ്ഥലങ്ങളിലേക്ക് അക്ഷയ കേന്ദ്രം തുടങ്ങുന്നതിന് അപേക്ഷ ക്ഷണിച്ചു.
തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ സെൻട്രൽ പൊയിലൂർ, മാലൂർ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിലേരി, പയ്യന്നൂർ നഗരസഭയിലെ തായിനേരി, മുതിയലം, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ജാതിക്കൂട്ടം, ഈസ്റ്റ് ചെണ്ടയാട്, കണ്ണൂർ കോർപ്പറേഷനിലെ ആദികടലായി, വാരം, കുറ്റിക്കകം, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാങ്കടവ്, കാണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മടപ്പുരച്ചാൽ, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ ഐച്ചേരി, കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ CRC വായനശാല ഇരിണാവ്, ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ട, മുണ്ടാനൂർ മണിപ്പാറ, പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ മണത്തണ, വെള്ളാർവള്ളി, കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിലെ പൂക്കോട്, ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ മണ്ടൂർ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ പൂവപ്പുറം, ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ കോൾമൊട്ട, ഒഴക്കുറം, ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ കൊയ്യം, കുളത്തൂർ, കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മൊട്ടമ്മൽ, ദേശപ്രിയ വായനശാലയ്ക്ക് സമീപം, പായം ഗ്രാമപഞ്ചായത്തിലെ കരിയാൽ, ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ 19 മൈൽ, മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ കാനച്ചേരി ചാപ്പ, കോളയാട് ഗ്രാമപഞ്ചായത്തിലെ എടയാർ, നെടുംപുറംചാൽ, പെരിങ്ങോം, വയക്കര ഗ്രാമപഞ്ചായത്തിലെ പൊറക്കുന്ന്, മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ നിരന്തോട്, തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ പൂവോട്, രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ എട്ടിക്കുളം, പിണറായി ഗ്രാമപഞ്ചായത്തിലെ ഉമ്മൻചിറ, മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പൊറോറ, വെമ്പടി, പെരിഞ്ചേരി, മണ്ണൂർ, കാര, ധർമ്മടം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസ്, ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മാനന്തേരി സത്രം എന്നീ കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. +2 PDഗ്രി പാസ്സായ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള 18 മുതൽ 50 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. http://exam.kerala.in/aec/registration എന്ന ലിങ്കിലൂടെ akshaya.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 10 വരെ അപേക്ഷിക്കാം. ഓൺലൈനിലൂടെ അക്ഷയ തിരുവനന്തപുരം എന്ന പേരിൽ മാറാവുന്ന 750 രൂപയുടെ DD സഹിതം അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും DDയും ഓഗസ്റ്റ് 17 വൈകിട്ട് 5 മണിക്കകം കണ്ണൂർ റബ്കോ ഭവനിൽ പ്രവർത്തിക്കുന്ന അക്ഷയ ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ ജില്ലാ പ്രൊജക്ട് മാനേജർ, അക്ഷയ ജില്ലാ ഓഫീസ്, 5ാം നില, റബ്കോ ഭവൻ, സൗത്ത് ബസാർ, കണ്ണൂർ 670002 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497271297. ഇരിക്കൂർ മണ്ഡലതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷതയിൽ ശ്രീകണ്ഠാപുരം നഗരസഭാ ഹാളിൽ നടന്നു. പൊതുസ്ഥലങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളിലും ടോയ്ലറ്റ് സൗകര്യം ഉറപ്പുവരുത്തൽ, ശ്രീകണ്ഠാപുരം TK ബ്രേക്ക് പ്രവർത്തനം പുനരാരംഭിക്കൽ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2023-24 വാർഷിക പദ്ധതി ഭേദഗതി അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ജില്ലാ ആസൂത്രണ സമിതി യോഗം ജൂലൈ 27 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേരും. തലശ്ശേരി ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിൽ 6 മാസത്തേക്ക് യോഗ പരിശീലകയെ നിയമിക്കുന്നു. ആഴ്ചയിൽ 3 ദിവസമാണ് പരിശീലിപ്പിക്കേണ്ടത്. യോഗ്യത: സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ യോഗ ട്രെയിനിങ്. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് 5-ന് രാവിലെ 11:30 ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0490232151. ദേവസ്വം പട്ടയ കേസുകൾ മാറ്റി. ജൂലൈ 26-ന് കളക്ട്രേറ്റിൽ വിചാരണ നടത്താനിരുന്ന പയ്യന്നൂർ, തളിപ്പറമ്പ് താലൂക്കുകളിലെ ദേവസ്വം പട്ടയങ്ങളുടെ വിചാരണ ഓഗസ്റ്റ് 23-ലേക്ക് മാറ്റിയതായി RR ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. ജൂലൈ 25-ന് ചൊവ്വ കളക്ട്രേറ്റിൽ വിചാരണ നടത്താനിരുന്ന കണ്ണൂർ താലൂക്കിലെ ദേവസ്വം പട്ടയങ്ങളുടെ വിചാരണ ഓഗസ്റ്റ് 23-ലേക്ക് മാറ്റിയതായി RR ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. കാലാവസ്ഥ. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിനു മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. കച്ചിനു മുകളിൽ മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. കേരളത്തിൽ ജൂലൈ 25-27 വരെ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ. കണ്ണൂരിലെ മലയോര മേഖലയിൽ പുഴകൾ കരകവിഞ്ഞു. പാലങ്ങൾ മുങ്ങി, ഗതാഗതം തടസ്സപ്പെട്ടു. മാനന്തവാടി ചുരത്തിൽ മരം വീണു. കണ്ണൂരിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിനിരുവശവും അപകടകരമായ രീതിയിൽ ഇനിയും നിരവധി മരങ്ങൾ. ലഹരിക്കെതിരെ ഡ്രോൺ പരിശോധനയുമായി പോലീസ്. കണ്ണൂരിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ ഈ നീക്കം. 7 സ്റ്റേഷനുകളിലെ പരിശോധന പൂർത്തിയായി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.